പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPI തർക്കം പാരമ്യത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല എന്ന് ബിനോയ് വിശ്വം പിണറായി വിജയന് മറുപടി നൽകി. എല്ലാ സ്ഥാനവും ഒറ്റ പാർട്ടിക്ക് എന്ന രീതി മാറിയേ തീരൂ എന്നും CPI സംസ്ഥാന സെക്രട്ടറി കടുപ്പിച്ചു. സ്ഥാനങ്ങൾ പങ്കുവെക്കേണ്ടത് ജനാധിപത്യ മര്യാദയാണെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രതിപക്ഷ ഉപനേതാവിനെ പറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്ത് തർക്കമേ ഇല്ല, സംശയവുമില്ല. ആ സ്ഥാനം CPIക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അവിടെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി പോകാൻ ആർക്കും കഴിയില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരൂ. കീഴ്വഴക്കമല്ല വലുത്, രാഷ്ട്രീയമാണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, LDF ആണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, ഒന്നിച്ചു പോക്കാണ് വലുത്. അതുകൊണ്ട് CPI പറയുന്നു, പദവിയുടെ പെരുപ്പമല്ല, സ്ഥാനമാനത്തിലെ വലുപ്പമല്ല, അവിടെ സ്റ്റാഫുണ്ടോ, ശമ്പളമുണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, അതൊന്നും ബാധകമല്ല. പാലക്കാട് ബ്രൂവറി വരാതിരിക്കാനുള്ള കാരണം CPI ആണ് എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായാണ് LDF അത്തരം തീരുമാനത്തിലേക്ക് എത്തിയത് എന്നും CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ അത് അത്രമാത്രം ഗൗരവകരമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPI. നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ അല്പദിവസത്തിനകം ഇതിൽ ചർച്ചയൊക്കെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ CPI നിലപാടിൽ ഉറച്ചു തന്നെയല്ലേ നിൽക്കുന്നത്? 14-ാം തീയതിയാണ് ഉഭയകക്ഷി ചർച്ച തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ TP രാമകൃഷ്ണൻ, LDFന്റെ കൺവീനർ, CPI സംസ്ഥാന സെക്രട്ടറി ഫോണിൽ ബന്ധപ്പെട്ടു. ആ ചർച്ച നടക്കാനിരിക്കെ ഈ നിലപാട് കടുപ്പിക്കുകയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യ മര്യാദ പാലിച്ച്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വലിയ പദവിയല്ല, അതിന് വലിയ ആനുകൂല്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ പദവിയുടെ വലിപ്പമല്ല, അവിടെ ജനാധിപത്യ മര്യാദ പാലിച്ച് അങ്ങനെ ഒരു സ്ഥാനം, എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്ക് എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല, അത് CPIക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഓർമ്മിപ്പിക്കുന്നത്. വലിയ കടുത്ത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. നേരത്തെ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ MV ഗോവിന്ദനും പിണറായി വിജയനും അടക്കം ആളുകൾ പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകുന്ന ഒരു കീഴ്വഴക്കം ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി CPIയുടെ പറയുന്ന ഒരു കാര്യം, കീഴ്വഴക്കം നോക്കിയല്ല അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, കീഴ്വഴക്കങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാറേണ്ടതാണെങ്കിൽ മാറണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊപ്പം പറയുന്ന ഒരു കാര്യം, LDF ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്, അവിടെ കീഴ്വഴക്കമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ചരിത്രം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ബിനോയ് വിശ്വം. നേരത്തെ മുഖ്യമന്ത്രി പട്ടം പോലും വേണ്ട എന്ന് വെച്ച പാർട്ടിയാണ് CPI. ആ CPIക്ക് ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വലിയ സ്ഥാനമൊന്നുമല്ല, എങ്കിൽ പോലും അവിടെ ഒരു ജനാധിപത്യ മര്യാദ പാലിച്ച് എല്ലാ പാർട്ടികളെയും പരിഗണിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. നേരത്തെ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ CPI പ്രതികരിച്ചിരുന്നു. അവിടെ ആദ്യം ഇക്കാര്യം പാർട്ടിയിൽ അടക്കം ഉന്നയിച്ചു, മുന്നണിയിൽ ഉന്നയിച്ചു. അതിൽ ഒരു തീരുമാനമാകാതെ വന്നപ്പോഴാണ് പരസ്യമായി പറയേണ്ടി വന്നത്. അത് വലിയ എന്തോ അപരാധമായി കാണേണ്ടതില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നു. മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത്, മുൻ സർക്കാരിന്റെ കാലത്ത് പാലക്കാട് ബ്രൂവറി തീരുമാനിച്ചിരുന്നു. ആ ബ്രൂവറിയിൽ വലിയ എതിർപ്പ് CPI ഉന്നയിച്ചതാണ്. പിന്നീട് ഒരു ഉഭയകക്ഷി ചർച്ചയും പലവട്ടം നടന്നു. അതിന്റെ CPIയുടെ എതിർപ്പിന്റെ പുറത്താണ് അവിടെ ബ്രൂവറി വരാതിരുന്നതെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ബിനോയ് വിശ്വം. സ്വാതി. ശരി ബിനിൽ.